ഹലോ മൈ ലവ്ലി ഹ്യൂമൻസ്, എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് പേഴ്സണൽ ഹൈജീനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചത്, പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ളത് ഓരോരുത്തർ ഡിസൈഡ് ചെയ്യുന്നതും അവരുടെ ഇഷ്ടങ്ങൾ പോലെയൊക്കെ തന്നെയാണ് ഇരിക്കുക. പക്ഷേ നമ്മൾ എസ്പെഷ്യലി ബീങ് എ ക്രൂ മെമ്പർ, ഞാൻ വേറൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴോ ഒരു ഗാലി ഷെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു റൂം ഷെയർ ചെയ്യുമ്പോഴോ ഞാൻ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് മര്യാദകളുണ്ട്. നമ്മൾ നമ്മുടെ ബോഡി ഓർഡറിനെയും ബ്രെത്ത് ഓർഡറിനെയൊക്കെ പറ്റി കൺസേൺ ആവേണ്ടിയിരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ തുടങ്ങാം. ദ ജനറൽ തിങ് അബൌട്ട് ബീങ് എ വുമൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഹൈജീൻ നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ വരുന്ന കുറച്ച് പോയിൻറ്റ്സുകൾ ആദ്യം പറഞ്ഞിട്ട് ബീങ് എ ക്രൂ മെമ്പർ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. സോ ഫസ്റ്റത്തെ തിങ് എന്ന് പറയുന്നത് കുളിക്കുക എന്നുള്ളതാണ്. എനിക്ക് ജനറലി കുളിക്കാൻ കുറച്ച് മടിയൊക്കെ ആണെങ്കിലും ഞാൻ ബോഡി വാഷ് ഡെയിലി ചെയ്യാറുണ്ട്. ഹെയർ വാഷ് ഞാനൊരു 2 days കൂടുമ്പോൾ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എനിക്ക് ഓയിലി ആയതുകൊണ്ട് സ്കാൽപ്പും ഓയിലിയാണ്. അപ്പം ഭയങ്കരമായിട്ട് ഓയിലി അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ ഞാനൊരു 2 days കൂടുതൽ ഹെയർ വാഷ് ചെയ്യാറുണ്ട്. അതർവൈസ് ഞാനൊരു 3 days ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. ബട്ട് നമ്മൾ ബോഡി വാഷ് ചെയ്യുക എന്നുള്ളത് ഡെയിലി ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മുടെ ബോഡി ഓർഡർ ഉണ്ടാവും എന്നുള്ളത് ഫോർ ഷുവർ ആണ്. അപ്പോൾ നമ്മളൊരു ആൻറ്റി പെർസ്പിറൻ്റ് ആയിട്ടുള്ള ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യാം. ഞാൻ ഡിയോഡ്രൻറ്റ് റോളുകൾ യൂസ് ചെയ്യാറുണ്ട്, അതല്ലെങ്കിൽ സ്പ്രേകളും യൂസ് ചെയ്യാറുണ്ട്. അതിന് കൂടെയാണ് ഞാൻ പെർഫ്യൂംസ് അല്ലെങ്കിൽ കൊളോൺസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. കൂടെ തന്നെ ഞാൻ ആഡ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളത്. അതായത് അണ്ടർ ആംസിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്ടുകളിലുള്ള ഹെയറുകളൊക്കെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ബാഡ് ആയിട്ടുള്ള ഓർഡർ അത് ഹോൾഡ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ഈ ഹെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി നീറ്റ് ആൻഡ് ക്ലീൻ. ബോഡി ഓർഡറിനെ പറ്റി സംസാരിക്കുന്നതിന് കൂട്ടത്തിൽ തന്നെ നമ്മുടെ മൗത്ത് ഓർഡറിനെ പറ്റിയിട്ടും കൂടി സംസാരിക്കേണ്ടതായിട്ടുണ്ട്. സോ ബ്രഷ് അപ്പ് ട്വൈസ് എ ഡേ. ഞാൻ ക്യാരി ചെയ്യുന്നത് ബ്രഷും പേസ്റ്റും ഞാൻ എൻ്റെ ബാഗിൽ ക്യാരി ചെയ്യാറുണ്ട്. ആൻഡ് നമ്മുടെ ലിസ്ട്രിൻ പോലെയുള്ള മൗത്ത് വാഷുകൾ ഞാൻ ക്യാരി ചെയ്യാറുണ്ട് കേട്ടോ. ആൻഡ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഡു ഹാവ് എ ലോട്ട് ഓഫ് വാട്ടർ. വെള്ളം കുടിക്കുന്ന എന്തിനും നല്ലത് തന്നെയാണ്. സോ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കുറയുകയും ചെയ്യും. സോ ഡു ടേക്ക് എ ലോട്ട് ഓഫ് വാട്ടർ. സോ ബീങ് എ വിമൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പീരിയഡ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഹൈജീൻ്റെ ഭാഗമായിട്ട് ആ ഒരു ടോപ്പിക്കും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ബീങ് എ ക്രൂ മെമ്പർ, എൻ്റെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. പക്ഷേ പറ്റാവുന്ന സമയങ്ങളിലൊക്കെ എങ്ങനെയാണ് ഹൈജീൻ ഞാൻ ഓൺ ബോർഡും അല്ലെങ്കിൽ ഇതുപോലുള്ള ലേ ഓവറുകളിൽ വരുമ്പോഴും അല്ലെങ്കിൽ ഞാൻ വീട്ടിലിരിക്കുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എനിക്ക് ഒരുപാട് തവണ UTI വന്നിട്ടുള്ള ആളാണ്. കാരണം എയർക്രാഫ്റ്റിലുള്ള ടോയ്ലറ്റുകൾ നമുക്ക് എങ്ങനെയാണ് പാസഞ്ചേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടിയുമില്ല. എയർക്രാഫ്റ്റ് ടോയ്ലറ്റിൻ്റെ യൂസേജിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ. അപ്പോൾ എനിക്കറിയില്ല ഇവരെവിടെയാണ് യൂറിനേറ്റ് ചെയ്യുന്നതെന്ന്. കാരണം നമ്മൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത് മടുത്ത ആൾക്കാരാണ്. കാരണം നമുക്ക് യൂറിൻ നിലത്തുനിന്ന് കാണാറുണ്ട്, അവിടെ ഹാൻഡ് വാഷ് ചെയ്യാറുള്ള ഫോസറ്റിൽ വരെ യൂറിൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയില്ല അത് ജനറൽ കോൺസെപ്റ്റ് ഓഫ് ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഈ പാസഞ്ചേഴ്സിന് എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് തവണ UTI വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാവ്ലോൺ ഒക്കെ ഞാൻ മാക്സിമം യൂസ് ചെയ്ത് ടോയ്ലറ്റ് വൈപ്പ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ടോയ്ലറ്റ് പാഡുകൾ കിട്ടും. അതില്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ സാധാരണ റോൾ ഓൺ ടിഷ്യൂ ലിഡിന് മുകളിൽ കമ്മറിന് മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ടോയ്ലറ്റ് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ ജനറൽ പോയിന്റിൽ പറഞ്ഞ പോലെ തന്നെ ബോഡി ഓർഡർ ആൻഡ് ഓറൽ ഹൈജീൻ ആണ്. ബോഡി ഓർഡറിന് വേണ്ടി നിങ്ങൾക്ക് റോൾ ഓൺ യൂസ് ചെയ്യാം, അതർവൈസ് ആൻറ്റി പെർസ്പിറൻ്റ് ആയിട്ടുള്ള സ്പ്രേകൾ യൂസ് ചെയ്യാം, ഡിയോഡറൻറ്റുകൾ കേട്ടോ, അത് യൂസ് ചെയ്യാം. ദെൻ യു ക്യാൻ കവർ ഇറ്റ് അപ്പ് വിത്ത് പെർഫ്യൂംസ് ഓൾസോ. ദെൻ മൗത്ത് ഓർഡറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രഷോ പേസ്റ്റോ ക്യാരി ചെയ്യുക. നിങ്ങൾ ഉറക്കം എഴുന്നേറ്റിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ്ലി നിങ്ങൾ വായ കടച്ചിരിക്കുവാണെങ്കിൽ എന്തായാലും ബ്രെത്ത് ഓർഡർ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ ജനറലി ചിലർക്ക് അവരുടെ ഹെറിഡിറ്ററി ആയിട്ടും ബ്രെത്ത് ഓർഡർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ളതല്ല, ബാക്കിയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കുമോ എന്നനുസരിച്ച് തോന്നിയിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒന്ന് ബ്രഷ് ചെയ്യുക. അതർവൈസ് യു ക്യാൻ യൂസ് ദ ലിസ്ട്രിൻ ഓർ എനി കൈൻഡ് ഓഫ് മൗത്ത് വാഷസ്. നമ്മൾ ബോഡി ഓർഡറിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ യൂണിഫോം കുറച്ച് ലൂസായിട്ടാണ് ഇടാറ്. ആസ് പെർ ദ കമ്പനി പ്രൊസീജിയർ ഓൾസോ ഒരു 1 inch ലൂസിലാണ് യൂണിഫോം ഇടേണ്ടതെന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഒരു ലൂസായിട്ടുള്ള കംഫർട്ടായിട്ടുള്ള യൂണിഫോമിൽ ഇരിക്കുവാണെങ്കിൽ ബോഡി ഓർഡർ അങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ആവാതിരിക്കും എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രഷ് പീസ് ഓഫ് യൂണിഫോം ഫോർ എവറി ഫ്ലൈറ്റ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതായത് വാഷ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. വാഷ് ചെയ്യാത്ത യൂണിഫോം ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല.
യൂണിഫോം ലൂസായിട്ട് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളത് യൂസ് ചെയ്യുന്ന ഇന്നർ വെയർസൊക്കെ ഞാൻ മാക്സിമം കോട്ടൻ്റെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫ്രഷ് പെയർ ഓഫ് ഇന്നേഴ്സ് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് മഴക്കാലത്തൊക്കെ നമ്മൾ ഷൂസ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല സ്മെല്ല് കിട്ടാറില്ല. നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഇതിങ്ങനെ മണത്തിട്ടാണെങ്കിലും ഇരിക്കണമല്ലോ എന്ന് പറഞ്ഞിരിക്കുമല്ലോ. സോ ദ സെയിം സിറ്റുവേഷൻ നമ്മൾ ക്യാബിനിലാണെങ്കിലും ഗാലിയിലാണെങ്കിലും ഒക്കെ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. സോ ആഫ്റ്റർ എവറി ഫ്ലൈറ്റ് വാഷ് യുവർ സ്റ്റോക്കിംഗ് ഓർ വാഷ് യുവർ സോക്സ് ദെൻ വെയർ ഇറ്റ്. ഫ്ലൈറ്റിലായതുകൊണ്ട് തന്നെ ഞാൻ സർവീസ് കഴിയുമ്പോഴാണെങ്കിലും ഗാലിയിൽ എവിടെയെങ്കിലുമൊക്കെ ടച്ച് ചെയ്യുകയാണെങ്കിലും ഞാൻ ഹാൻഡ് വാഷ് ചെയ്യാറുണ്ട്. ബിഫോർ നമ്മൾ കൊറോണ സമയത്തായിരിക്കുമ്പോൾ ഒരുപാട് സാനിറ്റൈസറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ കൈയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. സോ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, മോയ്സ്ചറൈസർ ആഫ്റ്റർ വാഷിങ് യുവർ ഹാൻഡ് ട്രൈ ടു യൂസ് എ മോയ്സ്ചറൈസർ ഓൺ യുവർ ഹാൻഡ്സ്. ജനറലായിട്ട് പറഞ്ഞ പോയിന്റിൽ തന്നെ ഞാൻ പീരിയഡ്സിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ മെൻസ്ട്രൽ കപ്പിനെ പറ്റി ഞാൻ എന്ന് മുതൽ കേട്ടോ അന്ന് മുതൽ ഞാൻ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡേയിലൊക്കെയാണ് ഫ്ലൈറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഐ ഡു ചേഞ്ച് ഇറ്റ് ഇൻ എവറി 6 hours. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ത്രൂ ഔട്ട് ആ ഫ്ലൈറ്റ് എനിക്ക് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് വെക്കുവാണെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ടു ബി ബോതർഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യാണ്. ദെൻ ഞാൻ ഒരു ഫ്ലൈറ്റിനൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ ട്രോളി ബാഗുകളുണ്ടല്ലോ, അത് ഞാൻ വൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ വൈപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ തുണി വെച്ചിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. ആൻഡ് ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ഡംപ് ചെയ്തിട്ടുണ്ടാവും ബാഗിനുള്ളിൽ, അപ്പോൾ അതൊക്കെ വന്നിട്ട് ഒരുമാതിരി സ്റ്റെയിൻ ആയിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം ടൈം കിട്ടുവാണെങ്കിൽ ഞാനത് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഷൂവും ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കുവാണെങ്കിൽ അതിൽ ഉള്ളിൽ എന്തെങ്കിലും ഓർഡറൊക്കെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാഡ് ഓർഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങനെ പോയി കിട്ടും. ദെൻ ഐ ഡു ടേക്ക് കെയർ അബൌട്ട് ദ നെയിൽസ്. ഞാൻ അങ്ങനെ നഖം വളർത്തുന്ന കൂട്ടത്തിലുള്ളതല്ല. എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ലെങ്തി ആയി കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഭയങ്കര ഓക്വേർഡായിട്ടുള്ള ഫീലാണ് ഉണ്ടാവാറ്. നെയിൽ ഭയങ്കര നീറ്റായിട്ട് വെക്കാൻ നോക്കുക. ആൻഡ് നെയിൽ പെയിൻറ്റ് ഇടുവാണെങ്കിലും നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ്റെ ഭാഗമാണ് നെയിൽ പെയിൻറ്റ്. അപ്പം കണ്ടിന്യൂസ്ലി ഫ്ലൈറ്റ് ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ നെയിൽ പെയിൻറ്റ് അപ്പം തന്നെ റിമൂവ് ചെയ്ത് കളയും. ദെൻ നെക്സ്റ്റ് ഫ്ലൈറ്റിന് മുന്നേ ആയിട്ട് മാത്രമേ ഞാൻ നെയിൽ പെയിൻറ്റ് ഇടാറുള്ളൂ. ആൻഡ് ഫൈനലി വാട്ടർ ഇൻടേക്ക് ആസ് മച്ച് ആസ് വാട്ടർ ഫ്ലൈറ്റിലെടുക്കുക. കാരണം നമ്മളൊരു കംഫർട്ടായിട്ടുള്ള സ്പേസ് ആണ്, എയർ കണ്ടീഷൻഡ് ആണ്, ഒന്നും ബുദ്ധിമുട്ടില്ല. ബട്ട് നിങ്ങൾ അറിയില്ല നിങ്ങൾ സ്വെറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം വെള്ളം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഓൾറെഡി ഫ്ലൈയിങ് ക്രൂവിന് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ഡാൻഡ്രഫ്. എനിക്കുമുണ്ട്. അപ്പോൾ നമുക്കത് ട്രീറ്റ് ചെയ്യാനുള്ള സമയം പോലും കിട്ടാറില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. സോ വെനെവർ ഐ എം ഗെറ്റിംഗ് ടൈം ഞാൻ ഓയിലൊക്കെ ഇട്ടിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കാറുണ്ട്. അതല്ലാത്ത സമയത്ത് വാട്ടർ ഇൻടേക്ക് ഇസ് എ മസ്റ്റ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ നോട്ട് ഡൗൺ ചെയ്തിട്ടുള്ളത്. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ വേറൊരു വീഡിയോയിൽ. പിന്നെ കാണാം. അത്രയേ ഉള്ളൂ. ബൈ.